ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ വുഡ് വർക്ക്സ് സപ്ലൈ ആൻഡ് ഇൻസ്റ്റാളേഷൻ ഓഫ് വുഡ് റാഫ്റ്റേഴ്സ് വിത്ത് ദ നെസസറി ആക്സസറീസ് ടു കംപ്ലീറ്റ് ദ വർക്ക്. ഇതിൻ്റെ ഡീറ്റെയിൽ ഡ്രോയിങ് നമുക്കുണ്ടാവും. അതിൽ വുഡിൻ്റെ സൈസ് ഉണ്ട്, വുഡിൻ്റെ റെഫറൻസ് ഇമേജ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈസിയാണ് ഇത് ഏത് ലൊക്കേഷനിൽ ഏത് റെഫറൻസിലാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഡ്രോയിങ് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ അതിൻ്റെ ക്വാണ്ടിറ്റീസ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ലീനിയർ മീറ്റർ. ദെൻ നമുക്ക് കോൺട്രാക്ടറിൻ്റെ അടുത്ത് പ്രൈസ് ഇടാൻ പറയുമ്പോൾ റൈറ്റ് എമൗണ്ട് ഇടാൻ പറ്റും. ദെൻ മോയ്സ്ചർ പ്രൊട്ടക്ഷൻ. മോയ്സ്ചർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ പ്രൂഫിങ് മോയ്സ്ചർ പ്രൊട്ടക്ഷൻ ആണ്. അതിൽ സെക്ഷൻ ജി വാട്ടർ പ്രൂഫിങ്. നമ്മളിത് നോക്കുകയാണെങ്കിൽ വെറ്റ് ഏരിയാസിൽ ഡിസൈനിങ്, പ്രൊവൈഡിങ് ആൻഡ് ലേയിങ് പ്രൊപ്രൈറ്ററി കെമിക്കൽ വാട്ടർ പ്രൂഫിങ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്കിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഓരോ ആക്ടിവിറ്റീസും ഓരോ വർക്ക് അനുസരിച്ചിട്ട് നമ്മളുടെ സ്പെസിഫിക്കേഷൻ ചേഞ്ച് ആവും. ചേഞ്ച് ആകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ ഡ്രോയിങ് റെഫർ ചെയ്യണം, നമ്മളുടെ സ്റ്റാൻഡേർഡ്സ് റെഫർ ചെയ്യണം, നമ്മളുടെ മെത്തഡോളജീസ് റെഫർ ചെയ്യണം, ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ റെഫർ ചെയ്യണം. എന്നിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ഡിഫൈൻ ചെയ്യേണ്ടത്. ഈ ഒരു ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കും എന്ത് ചെയ്യുക? നമ്മളുടെ കോൺട്രാക്ടർ പ്രൈസ് ഇടുക. അഗൈൻ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത് ഇമേജിൻ്റെ ആവശ്യമില്ല, ഇത് സ്റ്റാൻഡേർഡായിട്ട് എല്ലായിടത്തും വരുന്നതാണ്. ലൊക്കേഷൻ എന്ന് പറയുന്നത് വെറ്റ് ഏരിയാസിൽ എവിടേക്കാണ് വരുന്നത് ആ ലൊക്കേഷനിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഗസ്റ്റ് റൂം, ബെഡ്റൂം, ടോയ്ലറ്റ് അതിൻ്റെ ഓരോ റൂമിൻ്റെയും റെഫറൻസ് നമ്പർ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോൺട്രാക്ടർക്ക് ഡ്രോയിങ് റെഫർ ചെയ്യണമെങ്കിൽ എന്താണ് ഈ ഒരു ഡയറക്റ്റ് ഈ ഒരു ലൊക്കേഷനിലേക്ക് നേരിട്ട് പോയിട്ട് നോക്കാൻ പറ്റും ക്വാണ്ടിറ്റീസ് കറക്റ്റാണോ, മെഷർമെൻറ്റ് കറക്റ്റാണോ എന്നൊക്കെ ഉള്ളത്. ഏരിയ ആയതുകൊണ്ട് സ്ക്വയർ മീറ്റർ ആണ് നമ്മളുടെ പ്രൈസ് വരാം. ദെൻ ഡോർസ് ആൻഡ് വിൻഡോസ് സെക്ഷൻ എച്ച്. ഇതിൽ ഡോർസ് ഏതൊക്കെയാണെന്നുള്ളത് ഇതിൽ വുഡൻ ഡോർ ഉണ്ട്. ഇതിൽ നമുക്ക് വുഡൻ ഡോറിൻ്റെ ഡിസ്ക്രിപ്ഷൻസും സൈസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ വിൻഡോസ് ഉണ്ട്. ഇതിൽ വിൻഡോസിൻ്റെ സൈസ് അലുമിനിയം ഗ്ലാസ് വിൻഡോസ് ആണുള്ളത്, അതിൻ്റെ സൈസും ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈവൻ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുത്തിട്ട് ഇവിടെ വരികയാണെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡോർസ് യൂഷ്വലി നമ്പേഴ്സിലാണ് ഉണ്ടാവുക, എത്ര നമ്പർ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് റേറ്റും എമൗണ്ട് എന്ത് ചെയ്യും? നമ്മളുടെ കോൺട്രാക്ടർ അപ്ഡേറ്റ് ചെയ്യും. ദെൻ ഫിനിഷസ്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. എല്ലാ വർക്കിലും ഫിനിഷിംഗ് വർക്ക്സ് ഉണ്ടാവും. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ടർക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടും. ടീക്ക് വുഡാണ്, ടീക്ക് വുഡ് എൻ്റെ റെഫറൻസ് ഇമേജ് കിട്ടിയാൽ മനസ്സിലാവും. കോൺക്രീറ്റ് വർക്ക് അല്ലെങ്കിൽ മേസൺറി വർക്ക് എന്ന് പറഞ്ഞാൽ അത് ജനറിക് ആയിട്ട് എല്ലായിടത്തും ഒരുപോലെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫിനിഷിംഗ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ആക്ടിവിറ്റിയിൽ അറ്റ് ദ എൻഡ് ഒരാൾ വന്നിട്ട് നമ്മളുടെ വീട് നോക്കുകയാണ് അല്ലെങ്കിൽ നമ്മളെ ബിൽഡിങ് നോക്കുകയാണ്. ആ വന്ന് നോക്കുന്ന സമയത്ത് അയാൾ കാണുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കും. അത് ഓരോ വീടിനും ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ ഓരോ ബിൽഡിങ്ങിനും ഡിഫറെൻ്റ് ആണ്. സോ ആ ഡിഫറൻസ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺട്രാക്ടേഴ്സ് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തും ടെൻഡറിങ് ചെയ്യുന്ന സമയത്തും ഏറ്റവും കൂടുതൽ കോൺട്രാക്ടേഴ്സിന് കൺഫ്യൂഷൻ വരുന്നതും പ്രൈസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇടുന്നതും അറ്റ് ദ എൻഡ് വർക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ട് കോസ്റ്റ് ചേഞ്ച് ആയിട്ട് നെഗോഷിയേഷൻസും ക്ലെയിംസും ഒക്കെ വരുന്നത് ഈ ഒരു സെക്ഷനിലാണ്. സോ ഈ ഒരു സെക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യണം. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? BOQയിൽ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇതിൽ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഇറ്റ്സ് ആൻഡ് എവറി ഐറ്റംസ് ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈവൻ പ്ലാസ്റ്ററിംഗ് വർക്ക്, ഇൻസൈഡ് പ്ലാസ്റ്ററിംഗ്, പ്രൊവൈഡിങ് ആൻഡ് അപ്ലൈങ് ജിപ്സം പ്ലാസ്റ്ററിംഗ് ടു ഇന്റേണൽ സർഫേസ് ഓഫ് ദ കോൺക്രീറ്റ് ആൻഡ് മെസൺറി വർക്ക് including raking out joints, cleaning grooves, deep junctions of concrete and masonry, grouting then backed by mortar, providing and fixing 20 gauge GI mesh at 150 mm wide to junction of concrete and masonry or concrete and steel. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ബ്ലോക്ക് വർക്കും കോൺക്രീറ്റ് അല്ലേ, ബ്ലോക്ക് വർക്കും സ്റ്റീൽ വരുന്നിടത്ത് ഒരു ഗ്യാപ്പ് ഉണ്ടാവും, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി മെഷ് ഉപയോഗിക്കണം. ഇതിൽ നോക്കുകയാണെങ്കിൽ including all angles, corners, top beds, expanded where required and accordance with the local code of practices as per architectural drawing. The work are also including all leads, depth and lift, doing independent double-legged scaffolding, cleaning of surfaces,
curing, etc. and complete as per the specification and the approved of project in charge or client or architect. ഇത്രയും ഡീറ്റെയിൽ ആണ്. പ്ലാസ്റ്ററിംഗ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ നാട്ടിൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന നോക്കുകയാണെങ്കിൽ സിമെൻറ്റ് മോട്ടർ ഇട്ടിട്ട് ഫിക്സ് ചെയ്യും. ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണ്, ഇത് ഫിക്സ് ചെയ്യും. ബട്ട് ദ തിങ് ഈസ് ഫിനിഷിംഗ് വർക്കാണ്. അതിൽ ഗ്രൂവ്സ് വരാം, ജംഗ്ഷൻസ് വരാം, പല പല കാര്യങ്ങൾ വരാം. അതിൻ്റെ ഫിനിഷിങ് അത്രയും പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എൻഡ് യൂസിൽ അല്ലെങ്കിൽ നമ്മളൊരു വീട് യൂസ് ചെയ്യുമ്പം നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഫിനിഷിംഗ് വർക്ക് ഒന്നുകൂടി ഫോക്കസ് ചെയ്യാൻ പറയുന്നത്. അഗൈൻ ലൊക്കേഷൻസ്, ഏരിയ, പ്ലാസ്റ്ററിംഗ് നമ്മൾ സ്ക്വയർ മീറ്ററിലാണ് എടുക്കുക. റേറ്റ്, എമൗണ്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതിൽ ഇതുണ്ടോ, ഇതിൽ മാർബിൾ വരുമ്പോൾ ആ മാർബിളിൻ്റെ റെഫറൻസ് ഇമേജ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ബ്ലാക്ക് മാർബിൾ, വൈറ്റ് മാർബിൾ, ഏതൊക്കെയാണോ മാർബിൾ വരുന്നത് അത് നമ്മൾ റെഫറൻസ് ഇമേജ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. സോ ഇതെന്തിനാണ് കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫ്ലോറിംഗ് വർക്ക് ഒരു കോൺട്രാക്ട് എടുക്കുമ്പോൾ കോൺട്രാക്ടർക്ക് ആ ഫിനിഷിങ്ങിൻ്റെ ഏകദേശം അണ്ടർസ്റ്റാൻഡിങ് കിട്ടിക്കഴിഞ്ഞാൽ ഈവൻ ഇഫ് ഇസ് നോട്ട് മെൻഷൻ ബേസിക് പ്രൈസ് കുറച്ചും കൂടി ഈസി ആയിരിക്കും മനസ്സിലാക്കാൻ. ബട്ട് ഇത് സ്റ്റാൻഡേർഡ് അല്ല. സ്റ്റാൻഡേർഡ് ഇൻ ദ സെൻസ് നമ്മൾ എല്ലായിടത്തും ചെയ്യണം എന്നുള്ള നിർബന്ധമില്ല. ആസ് പെർ പോമിയും വേണം നിർബന്ധമില്ല. ബട്ട് കുറച്ചും കൂടി സെൽഫ് എക്സ്പ്ലനേറ്ററി ഡോക്യുമെൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് റെഫറൻസ് ഇമേജും ലൊക്കേഷനും BOQs നമ്മൾ ആഡ് ചെയ്തത്. ദെൻ ഫർണിഷിംഗ് വർക്ക്. ഫർണിഷിംഗ് വർക്കും ഇതേപോലെ തന്നെ ഫോക്കസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അതും ഡീറ്റെയിൽഡ് കാണിക്കേണ്ടി വരും. പക്ഷേ ഇതിൽ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണ്, ഒരു സോഫ വേണം. സോഫയിൽ എങ്ങനെയാണ് ഫിനിഷിങ് വേണ്ടത് എന്നുള്ളത്, ഇപ്പം ഫോർ എക്സാമ്പിൾ ക്ലോത്ത് ഫിനിഷ് ആണ്, വെൽവെറ്റ് ഫിനിഷിംഗ് ആണ്, ആർട്ടിഫിഷ്യൽ ലെതർ ഫിനിഷിംഗ് ആണ്, ഈ ഒരു സാധനം മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. അതിൻ്റെ കളറ് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ഒരു റെഫറൻസ് ഇമേജ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഈ ഒരു റെഫറൻസ് ഇമേജ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു ഫർണിഷിംഗ് ഷോപ്പിൽ പോയിട്ട് നമുക്ക് പറയാൻ പറ്റും, എനിക്ക് ഇങ്ങനത്തെ ഒരു സീറ്റാണ് വേണ്ടത്, ഇങ്ങനത്തെ ഒരു സീറ്റാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രൈസിങ് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെഫറൻസ് ഇമേജസ് ആഡ് ചെയ്യുന്നത്. സോ അതേപോലെ നമ്മൾ ഓരോ ഫർണിഷിംഗ് ഐറ്റംസും, ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ സെൻറ്റർ ടേബിൾ സൈസ്, അതിൻ്റെ റെഫറൻസ് ഇമേജ്. ലുക്ക് അറ്റ് ദിസ്. ഡൈനിങ് ടേബിൾ എത്രയാക്കി ഇരിക്കാനുള്ള വേണം, അതിൻ്റെ സൈസ്, അതിൻ്റെ റെഫറൻസ് ഇമേജ്. ഓക്കെ, സോ നമുക്ക് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ ഡൈനിങ് ടേബിൾ വരുന്നത്, അതിൻ്റെ ലെഗ് ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഫർണിഷിംഗ് ഷോപ്പിൽ പോയിട്ട് ചോദിച്ചിട്ട് പ്രൈസ് വാങ്ങാൻ പറ്റും. ലുക്ക് അറ്റ് ദിസ്. ഡിഫറെൻറ്റ് സോഫാസ് ഉണ്ട് നമുക്കിവിടെ. സോ അതിൻ്റെ സൈസസ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യും, ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യും എങ്ങനെയാണ് ലെങ്ത് ഇതൊക്കെ വേണ്ടതെന്നുള്ളത്. ദെൻ അതിൻ്റെ റെഫറൻസ് ഇമേജ് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, ഇതൊക്കെ നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്പേഴ്സിലാണ് എടുക്കുക. കോൺട്രാക്ട് ഇവിടെ പ്രൈസ് ഇടും, യൂണിറ്റ് പ്രൈസ് ടോട്ടൽ എമൗണ്ട് വരും. ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യൂണിറ്റ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. പിന്നെ നമുക്ക് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് HVAC വർക്കുകൾ വരും. അതും ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, മുമ്പ് പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻസ് കൊടുത്ത് ഇഫ് ഇറ്റ്സ് റിക്വയർഡ് എനി റെഫറൻസ് ഇമേജ് വി ക്യാൻ ആഡ് ഇറ്റ്. ക്വാണ്ടിറ്റി, യൂണിറ്റ് റേറ്റ്, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്, യൂണിറ്റ് റേറ്റ്, ടോട്ടൽ എമൗണ്ട്. ഇങ്ങനെ നമ്മൾ BOQ പ്രിപ്പയർ ചെയ്തിട്ട് ആസ് എ സിവിൽ എഞ്ചിനീയറിംഗ് പ്ലംബിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ വർക്കിൻ്റെ BOQ ഒരു സിവിൽ QS ചെയ്യണം നിർബന്ധമില്ല. അതിന് MEB QS ഉണ്ടാവും. ബട്ട് വൺസ് വി ഗോട്ട് ദ ഡോക്യുമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ BOQയിൽ ഇതേപോലെ സെക്ഷൻ മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സീരിയൽ നമ്പർ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. അറ്റ് ദ എൻഡ് വാട്ട് എവർ വി ഹാവ് ഡൺ, നമുക്ക് എന്ത് വേണം, സമ്മറി വേണം അല്ലേ. സമ്മറി ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തുള്ളൂ, നമുക്കത് ടോട്ടൽ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ പറഞ്ഞാൽ ഓരോ ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സമ്മറിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെക്ഷൻ വൈസ് പേജ് റെഫറൻസ്, അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ആക്ടിവിറ്റീസിൻ്റെ ഇവിടെ അറ്റ് ദ എൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ ഫോർമുല കാണാൻ വേണ്ടി സമ്മ H136 to 138 ഇതിൻ്റെ ഒക്കെ സമ്മ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. സമ്മ് മെൻഷൻ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഡിഫറെൻറ്റ് പേജിലുള്ള കളക്ഷൻസ് ടോട്ടൽ സമ്മ് എത്രയാണെന്നുള്ളത് മെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്തു. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ
ഓരോന്നിൻ്റെ സമ്മ നമ്മളിവിടെ കോൾ റെഫർ ചെയ്തിട്ടുണ്ട് ഈ ഫോർമുല നോക്കുകയാണെങ്കിൽ. എന്നിട്ട് അറ്റ് ദ എൻഡ് ഇവിടെ QR എന്ന് എഴുതിയിട്ടുള്ളത് ഖത്തർ റിയാലാണ്, ഖത്തറിലെ ഒരു പ്രൊജക്റ്റ് ആണ്. ഇവിടെ നമ്മൾ സമ്മ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ സമ്മ ആയിരിക്കും നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സമ്മറിയിൽ വരാം. ഓരോ ആക്ടിവിറ്റീസിന് ടോട്ടൽ സമ്മറിയിൽ. സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രിലിമിനറി വർക്ക്സ് ടോട്ടൽ എമൗണ്ട് എത്രയായി, മേസണറി വർക്ക് ടോട്ടൽ എമൗണ്ട് എത്ര വരും, മെറ്റൽ വർക്ക് ടോട്ടൽ എമൗണ്ട് എത്ര വരും, വുഡ് വർക്ക് ടോട്ടൽ എമൗണ്ട് എത്ര വരും, മോയ്സ്ചർ പ്രൊട്ടക്ഷൻ ടോട്ടൽ എമൗണ്ട് എത്ര വരും, ഡോർസ് ആൻഡ് വിൻഡോസ് ടോട്ടൽ എമൗണ്ട് എത്ര വരും, ഫിനിഷസ് ടോട്ടൽ എമൗണ്ട് എത്ര വരും, ഫർണിഷിംഗ് ടോട്ടൽ എമൗണ്ട് എത്ര വരും, പ്ലംബിങ് ടോട്ടൽ എമൗണ്ട് എത്ര വരും, ഇലക്ട്രിക്കൽ വർക്ക് ടോട്ടൽ എമൗണ്ട് എത്ര വരും. ഇതൊക്കെ നമുക്ക് സെക്ഷൻ വൈസ് നമുക്ക് സമ്മ് കിട്ടും. സെക്ഷൻ വൈസ് സമ്മ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയുള്ള കോസ്റ്റ് എത്രയാണ് അത് നമ്മളിവിടെ സമ്മിൽ മെൻഷൻ ചെയ്യും. സോ നമുക്ക് ഒരു കോൺട്രാക്ടർ നമുക്ക് പ്രൈസ് ഇട്ട് കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് എത്ര വരും, അതിൻ്റെ സെക്ഷൻ വൈസ് എമൗണ്ട് എത്രയാണ്, ഓരോ ഐറ്റത്തിലും വരുന്ന എമൗണ്ട് എത്രയാണ് എന്നുള്ളത് നമുക്ക് ഒരു BOQ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുകൊണ്ട് എന്താണ്, നമുക്കത് പ്രൈസ് കമ്പയർ ചെയ്യുമ്പോഴും കോൺട്രാക്ടറിന് നെഗോഷിയേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് ഇത്രയാണ് വരുന്നത്, ഇത് വരുന്നത് ഇന്ന യൂണിറ്റ് ഐറ്റംസിൽ നമുക്ക് പ്രൈസ് കൂടുതൽ കൊണ്ടാണ്, യു ഹാവ് ടു റെഡ്യൂസ് ഇറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കോൺട്രാക്ട് കിട്ടില്ല. സോ ഇങ്ങനെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു BOQ ഉണ്ടായിരിക്കണം. BOQ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓരോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് മനസ്സിലാക്കാനും പറ്റുള്ളൂ. നമുക്ക് ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പം അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളതും, ഒരു കോൺട്രാക്ട് അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ 2-3 കോൺട്രാക്ടറെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണമെങ്കിൽ ഇന്ന ആക്ടിവിറ്റീസിൽ ഇയാളുടെ പ്രൈസ് എത്രയാണെന്ന് മനസ്സിലാക്കണമെങ്കിലും നമുക്കൊരു BOQ വേണം. സോ ഇതാണ് ബേസിക്കലി ഒരു BOQയുടെ ഒരു ഫോർമാറ്റും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നത്. ഇത് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് എന്താ പറയുക, ഒരു BOQ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിലും, കൂടുതൽ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും, നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ട്. നിങ്ങളത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ കണക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്പോഷർ ആകാൻ പറ്റും, നല്ലൊരു QS ആകാൻ പറ്റും, നല്ലൊരു BOQ പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ ദെൻ, താങ്ക് യു എവരിവൺ.